അയ്യ വണക്കം. പപ്പു പപ്പു എന്ന് വിളിച്ച നാവ് കൊണ്ട് രാഹുൽ ജി എന്ന് കോൺഗ്രസിന്റെ അണികൾ ഒന്ന് വിളിച്ചു വരികയായിരുന്നു, നശിപ്പിച്ചു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസംഗം പാർലമെന്റിലുണ്ടായിരുന്നു. അതായത് 10 വർഷത്തിന് ശേഷമാണ് ഒരു പ്രതിപക്ഷ നേതാവിന് പാർലമെന്റിൽ പ്രസംഗിക്കാനുള്ള അവസരം കിട്ടിയിരുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, 10 വർഷം വരെ പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നു? ഇല്ലായിരുന്നു, സത്യമായിട്ടും ഇല്ലായിരുന്നു. അമ്മയാണ് തന്നെ പ്രതിപക്ഷ നേതാവ് ഇല്ലായിരുന്നു. ആ പ്രതിപക്ഷ നേതാവ് ഇല്ലായ്മയിൽ നിന്നും രാഹുൽ ഗാന്ധിയെ പിടിച്ച് ഇത്തവണ പ്രതിപക്ഷ നേതാവാക്കി. കാരണം കോൺഗ്രസിന് ഇത്തവണ 99 സീറ്റുണ്ടല്ലോ. രാഹുൽ ഗാന്ധിയെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കി രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ സ്ഥാനം കൊടുത്ത് അവിടെ പ്രസംഗിക്കാനായിട്ട് കൊണ്ടിരുത്തിയതാണ്. വാ തുറന്ന മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും മാത്രമേ രാഹുൽ ഗാന്ധി പറയുകയുള്ളൂ എന്ന് രാഹുൽ ഗാന്ധി തെളിയിച്ചിരിക്കുകയാണ്. പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ, നമ്മുടെ ഷാനി പ്രഭാകർ അടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നത് തീപ്പൊരി പ്രസംഗം എന്നാണ്. തീയാളി രാഹുൽ എന്ന ടൈറ്റിലിന് ശേഷം മൂട്ടിൽ തീ പിടിച്ച രാഹുൽ എന്നാണ് BJP-ക്കാർ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവം ഇറുക്ക്. അതായത് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വന്ന് പ്രസംഗിച്ച ആദ്യത്തെ രാഹുൽ ഗാന്ധിയുടെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വാലിഡ് പോയിന്റ് എന്ന് പറയുന്നത് നരേന്ദ്രമോദി പാർലമെന്റിൽ ചിരിക്കാറില്ല എന്നായിരുന്നു. നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി നടന്നു വരുമ്പോൾ പാർലമെന്റിൽ ചിരിക്കാറില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആദ്യത്തെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ നരേന്ദ്രമോദി പാർലമെന്റിൽ ചിരിക്കുന്നില്ല എന്നുള്ളത്. അത് രാഹുൽ ഗാന്ധിയെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഈ സിസ്റ്റത്തിൽ കൂടെ കടന്നു വന്ന ഒരാളാണെന്ന് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സിസ്റ്റത്തിൽ കൂടെ കടന്നു വരുമ്പോൾ, അതായത് എൻ്റെ അമ്മുമ്മ പ്രധാനമന്ത്രിയായിരുന്നു, എൻ്റെ അമ്മുമ്മയുടെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു, എൻ്റെ അച്ഛൻ പ്രധാനമന്ത്രിയായിരുന്നു, എൻ്റെ അമ്മ സോണിയാഗാന്ധി പ്രധാനമന്ത്രി അല്ലായിരുന്നുവെങ്കിലും തത്തുല്യമായ സ്ഥാനം വഹിച്ചിരുന്ന ഒരു സ്ത്രീയാണല്ലോ. സോണിയാഗാന്ധി വരുമ്പോൾ നമ്മുടെ മൻമോഹൻ സിംഗ് വിറയ്ക്കുമായിരുന്നു. ഇങ്ങനെ തഞ്ചാവൂർ ബൊമ്മ പോലെ സോണിയാഗാന്ധി മൊളിയിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ബൊമ്മയൊക്കെ പാവ കളിക്കൂലേ, അതുപോലെ ഇങ്ങനെ കാണിക്കുമ്പോൾ മൻമോഹൻ സിംഗ് അങ്ങോട്ട് തിരിയും, സോണിയാഗാന്ധി ഇങ്ങനെ കാണിക്കുമ്പോൾ മൻമോഹൻ സിംഗ് ഇങ്ങോട്ട് തിരിയും. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ മൻമോഹൻ സിംഗിൻ്റെ അടുത്ത് അങ്ങോട്ട് മാറിയിടാ എന്ന് പറഞ്ഞ് സോണിയാഗാന്ധി ആ സ്ഥാനത്ത് കയറി ഇരുന്നിട്ട് ചർച്ചകളൊക്കെ നടത്തുന്ന കാര്യങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ തൊട്ടടുത്ത് നമ്മുടെ പപ്പുമോൻ ഉണ്ടല്ലോ. ഈ പപ്പുമോൻ ആ സിസ്റ്റത്തിൽ കൂടെ കടന്നു വന്നുകൊണ്ട് പപ്പുമോൻ കാണുന്നത് പാർലമെന്റിലേക്ക് ഇവരുടെ കോൺഗ്രസ് ഡൈനാസ്റ്റി ആൾക്കാരൊക്കെ വന്ന് ചേരുമ്പോൾ, അതായത് കോൺഗ്രസ് കുടുംബം വന്ന് ചേരുമ്പോൾ അടിച്ച് പൊളിച്ച് ചായയൊക്കെ കുടിച്ച് നല്ല മിച്ചറൊക്കെ തിന്ന് അവിടെ ഇരുന്ന് കാളിച്ച് ചിരിച്ച് കളിയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. ഇപ്പോഴാണ് പാർലമെന്റിൽ എന്താണ് നടക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധി കാണുന്നത്. നരേന്ദ്രമോദി വരുന്നു, വിഷയ ഗൗരവത്തിൽ ഗാംഭീര്യത്തോടു കൂടി പ്രസംഗങ്ങൾ അവതരിപ്പിക്കുന്നു, പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്നു, എഴുന്നേൽക്കേണ്ട കാര്യങ്ങളിൽ മാത്രം എഴുന്നേൽക്കുന്നു. നരേന്ദ്രമോദി അജയ്യനായിട്ട് വിരാജിക്കുന്നു. ഒരു പ്രധാനമന്ത്രി എന്താണ് എന്ന് രാഹുൽ ഗാന്ധി ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാർലമെന്റിൽ. അങ്ങനെ കാണുമ്പോൾ ആർക്കായാലും തോന്നുപോകും. കാരണം നമ്മൾ ഈ സിസ്റ്റത്തിലൂടെ വന്നപ്പം അങ്ങനെയുള്ള ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മൾ സിസ്റ്റത്തിലൂടെ വന്നപ്പം നമ്മൾ കാണുന്നത് അടിച്ച് പൊളിച്ചിരിക്കുന്നു, അവിടെ ചായ കുടിക്കുന്നു, മിച്ചർ അടിക്കുന്നു, ഫുഡൊക്കെ കഴിക്കുന്നു, ജനങ്ങളെ പ്രശ്നമൊന്നും ചർച്ച ചെയ്യുന്നില്ല, എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യുന്നു. പക്ഷെ നരേന്ദ്രമോദി വന്നപ്പോൾ കാണുന്നത് അങ്ങനെയല്ല. എല്ലാവരും ഗൗരവത്തിയിരിക്കുന്നു, രാജ്യ പരിപാലനത്തിന് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നു, ബില്ലുകൾ പാസ്സാക്കുന്നു. ഈ ബില്ലുകൾ പാസ്സാക്കുന്നതിനൊരു കാര്യമുണ്ട്. ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി എന്ന് പറഞ്ഞാൽ പാർലമെന്റ് സമ്മേളനത്തിന് വരുന്നത് തന്നെ എങ്ങനെ മൂട്ടിലെ പൊടിയും തട്ടിയിട്ട് പെട്ടെന്ന് തിരിച്ച് മണ്ഡലത്തിൽ പോയി വീട്ടിൽ കിടന്ന് ഉറങ്ങാന്ന് പറഞ്ഞാണ് കോൺഗ്രസ് മൊത്തം വരുന്നത്. അതേ സംഭവം തന്നെയാണ് അവർ ഇപ്പോഴും ആവർത്തിച്ച് വരുന്നത്, അല്ലെങ്കിൽ അനുവർത്തിച്ച് വരുന്നത്. കാരണം വെള്ളിയാഴ്ച ദിവസം ആകുമ്പോൾ പാർലമെന്റ് കൂടുമല്ലോ. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഒരൊറ്റ കോൺഗ്രസ്സുകാരന്മാരെ അവിടെ കാണാൻ കിട്ടൂല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാരന്മാരെ. കാരണം വെള്ളിയാഴ്ച കഴിഞ്ഞാൽ ശനി ഞായറും ആണല്ലോ. അപ്പൊ ശനി ഞായറും ആകുമ്പോൾ നമുക്ക് തിരിച്ച് മണ്ഡലത്തിൽ വരണം, പിന്നെ തിങ്കളാഴ്ച പോയാൽ മതി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ഉച്ച വരെ നമ്മൾ അറ്റൻഡൻസ് ഇട്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ നേരെ ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓടുന്ന സമയത്ത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നരേന്ദ്രമോദി ബില്ലുകൾ കൊണ്ടുവരും. ബില്ലുകൾ കൊണ്ടുവന്ന് ചറ പറ അവതരിപ്പിച്ച് നരേന്ദ്രമോദി പാസ്സാക്കി വിടും. മോദി അങ്ങനെ പാസ്സാക്കി വിടുമ്പോൾ യവമാര് സഭയ്ക്കകത്ത് കാണാനില്ല. എന്നിട്ട് പറയും, ഫാസിസം കാണിക്കുന്നോടാ, നമ്മളവിടെ ഇല്ലായിരുന്നല്ലോ, നമ്മൾ ഉള്ളപ്പോൾ അവതരിപ്പിക്കണമല്ലോ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള വസ്തുത. ഇതൊന്നും നിങ്ങളത്തെ ഒരു മാധ്യമ പ്രവർത്തകരും അല്ലെങ്കിൽ കേരളത്തിലൊരു മാപ്രകളും പറഞ്ഞില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ സിസ്റ്റത്തിലൂടെ വന്നതുകൊണ്ട് മോദി ചിരിക്കാറില്ല എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് അതൊരു വലിയ പ്രശ്നമാണ്. മോദിക്ക് ചിരിക്കണം. പിന്നെ രാഹുൽ ഗാന്ധിയുടെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്പീക്കറായിട്ടുള്ള ഓം ബിർള രാഹുൽ ഗാന്ധിക്ക് കൈ കൊടുത്തപ്പോൾ ഇതിങ്ങനെ നടുവളച്ചില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആഭ്യന്തര പ്രശ്നം എന്ന് പറയുന്നത്. ഇങ്ങനെ നടുവളച്ചാൽ മാത്രമേ രാഹുൽ ഗാന്ധിക്ക് എന്നെ ബഹുമാനിക്കുന്നതായിട്ട് തോന്നുന്നു. പക്ഷെ നരേന്ദ്രമോദിക്ക് കൈ കൊടുത്തിട്ട് ഇങ്ങനെ ഓം ബിർള നടുവളച്ചു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത ആഭ്യന്തര വിഷയം എന്ന് പറയുന്നത്. കേരളത്തിലെ മാപ്രകൾ ഇതിനെ പറയുന്നത് തീയാളി രാഹുൽ. ഈ പ്രസംഗം നമുക്ക് തങ്ക ലിപികളിൽ എഴുതി വയ്ക്കണം എന്നാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പറയുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, യാതൊരുവിധ കാര്യമില്ല. കാരണം രാഹുൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ രാഹുലിന്റെ പ്രവർത്തനത്തെക്കാൾ ഉപരി, അല്ലെങ്കിൽ പ്രിയങ്ക ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്രിയങ്കയുടെ പ്രവർത്തനത്തെക്കാൾ ഉപരി, പ്രിയങ്ക ഇതുവരെ ഒരിടത്തും പ്രവർത്തിച്ചിട്ടുമില്ല, മത്സരിച്ചിടത്തെല്ലാം തോറ്റുപോയി. എങ്കിലും അവർ പറയുന്നത്
ഒരുങ്ങിയിറങ്ങിയ പ്രിയങ്കയെ കണ്ടാൽ ഇന്ദിരാഗാന്ധി എന്നേ ആരും പറയൂ. രാഹുൽ ഗാന്ധിയെ പിന്നെ പറയണ്ട, ബെൽറ്റ് വിട്ട് കോട്ട് വിട്ട് ഇങ്ങനെ നടന്ന് വന്നാൽ മതി, ആവനാഴിയിലെ മമ്മൂട്ടിയാണെന്നേ ആരും പറയും എന്നൊക്കെ എഴുതി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജനങ്ങൾ അതൊക്കെ വിശ്വസിച്ച് അവർക്ക് വോട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ ആഭ്യന്തര വിഷയം എന്ന് പറയുന്നത്. ഇനി രാഹുൽ ഗാന്ധിയുടെ മൂന്നാമത്തെ യമണ്ട മണ്ടത്തരം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞത് അഗ്നിവീർ എന്ന് പറയുന്ന ആൾക്കാർക്ക് അവർ മരിച്ചു കഴിഞ്ഞാൽ അഗ്നിവീറുകാർക്ക് ഇവിടെ കോമ്പൻസേഷൻ കൊടുക്കില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. രാജ്നാഥ് സിംഗ് ചാടി എഴുന്നേറ്റു. ഇത് ഒരുമാതിരി ബ്ലണ്ടർ പറയുന്നത്, ഇത് പാർലമെന്റാണ് അല്ലാതെ പായസക്കടയല്ല എന്നാണ് നമ്മുടെ രാജ്നാഥ് സിംഗ് പറഞ്ഞത്. പാർലമെന്റിൽ വന്നിൽ ഇങ്ങനെ ബ്ലണ്ടർ അടിക്കില്ല, അറ്റ്ലീസ്റ്റ് വിഷയം പഠിച്ചിട്ട് വരണം. അഗ്നിവീറിൽ മരിച്ചു പോകുന്ന യോദ്ധാക്കൾക്ക് 1 കോടി രൂപയാണ് നമ്മൾ കോമ്പൻസേഷനായിട്ട് കൊടുക്കുന്നത്. ഇതൊന്നും അറിയാതെ വളാന്ന് വായിട്ട് അടിക്കരുത്. വേറൊരു കാര്യം നമ്മൾ എടുത്തു പറയണം, ഇവിടുത്തെ മാധ്യമങ്ങൾ സ്ഥിരം അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും പ്രസംഗിക്കുമ്പോൾ നരേന്ദ്രമോദിക്കാണ് കൂടുതൽ സ്പേസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ സ്പേസ് തരുന്നില്ല, സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നില്ല. ഇങ്ങനെ യമണ്ട മണ്ടത്തരമൊക്കെ പറഞ്ഞ് എങ്ങനെയാണ് സ്ക്രീൻ സ്പേസ് കൊടുക്കുന്നത്? അവിടെ ഇരിക്കുന്ന ക്യാമറമാൻ ചിലപ്പോൾ കോൺഗ്രസ് തന്നെയായിരിക്കും. അങ്ങനെ വിചാരിച്ചു കാണോ ഇതൊന്നും നമ്മുടെ രാജ്യത്തുള്ളവർ കാണണ്ട, ഈ കിട്ടിയ വോട്ട് കൂടെ പോകുമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും രാഹുൽ ഗാന്ധി സംസാരിക്കുമ്പോൾ മൊത്തം നരേന്ദ്രമോദിയെ സൂം ചെയ്ത് വെക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇങ്ങനെ മണ്ടത്തരമൊക്കെ പറയുന്ന ഒരാളെ സൂം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലുള്ള ജനങ്ങൾ കൊടുത്ത വോട്ട് കൂടെ തിരിച്ചെടുത്ത് കളയും എന്നാണ് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അഗ്നിവീറിനെ കുറിച്ച് ഇങ്ങനൊരു മണ്ടത്തരവും പൊട്ടത്തരവും എഴുന്നള്ളിച്ച ശേഷം രാഹുൽ ഗാന്ധിയുടെ അടുത്ത മണ്ടത്തരം ഇതാ വരുന്നു. രാഹുൽ ഗാന്ധിയുടെ അടുത്ത മണ്ടത്തരം എന്ന് പറയുന്നത് നീറ്റ് എക്സാമിനെ കുറിച്ചാണ്. ഇപ്പൊ കിട്ടും എന്ന് പ്രതിപക്ഷ നേതാക്കളും പ്രതിപക്ഷത്തിരിക്കുന്നവരും കരുതിയെങ്കിലും രാഹുൽ ഗാന്ധി പറഞ്ഞത് നീറ്റ് എക്സാം എന്ന് പറയുന്നത് പ്രൊഫഷണൽ എക്സാം അല്ല, കൊമേഴ്ഷ്യൽ എക്സാം ആണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നത്. അതിനും നമ്മുടെ ഭരണപക്ഷത്തിരിക്കുന്ന ആൾക്കാർ ചാടി എഴുന്നേക്കേണ്ടി വന്നു. അപ്പൊ കേരളത്തിലെ മാധ്യമങ്ങളുടെ വാർത്തയാണ് ഏറ്റവും കിടില വാർത്ത എന്ന് പറയുന്നത്. യവന്മാരെ കാല് എഴുതി വെള്ളം കുടിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് പുണ്യം കിട്ടുമെന്നേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം രാഹുൽ ഗാന്ധിയെ ന്യായീകരിക്കാൻ വാർത്ത കൊടുക്കുന്ന കാരണം ഇംഗ്ലീഷിലാണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നത്. ഇവിടെയുള്ള അന്തംഗമ്മികൾക്കും സുഡാപ്പികൾക്കും ഇംഗ്ലീഷ് പോയിട്ട് മലയാളം പോലും നേരെ ചൊവ്വേ അറിഞ്ഞൂടാ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. മലയാളത്തിൽ കമന്റ് ബോക്സിൽ കമന്റ് അടിക്കുന്ന സുഡാപ്പികൾ കണ്ട 5 അക്ഷരം എഴുതിയ 10 അക്ഷര തെറ്റ് അതിനകത്ത് വരും. അങ്ങനെയുള്ള ഇവന്മാർക്ക് ഇംഗ്ലീഷ് പോലും അറിഞ്ഞൂടാന്ന് കൃത്യമായിട്ട് മനോരമ പോലെയുള്ള മാധ്യമങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പല കാര്യങ്ങളും ആധികാരികമായിട്ട് ഇംഗ്ലീഷിൽ മണ്ടത്തരം പറയുമ്പോൾ അപ്പുറത്തുള്ള ഭരണപക്ഷത്തിന് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ചാടി എഴുന്നേക്കേണ്ടി വരുമ്പോൾ നമ്മുടെ മനോരമയ്ക്ക് അടിക്കുന്ന കണ്ട, രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ കണ്ട, നരേന്ദ്രമോദി സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റ കണ്ട, അതാണ് നമ്മുടെ രാഹുൽജി. ഇതാവണപ്പെടാ, ഈ പ്രസംഗം നമുക്ക് തങ്ക ലിപികളിൽ എഴുതി വെക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവൻ പറയുന്ന പൊട്ടത്തനവും മണ്ടത്തനവും കേട്ടിട്ടാണ് അവിടെ നിന്ന് ആൾക്കാർ ചാടി എഴുന്നേക്കുന്നതെന്നും പറയാനുള്ള സാമാന്യ ബോധം പോലും ഇവിടെയുള്ള മാപ്രകൾക്കില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ഇങ്ങനെ മണ്ടത്തരത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു. ഏറ്റവും അവസാനം ക്ലൈമാക്സിലാണ് രാഹുൽ ഗാന്ധി രാജ്യത്തെ പിടിച്ചു കുലുക്കുന്നത്. മണ്ടത്തരം പറഞ്ഞത് നരേന്ദ്രമോദി എടുത്ത് ഓടുത്ത് കളഞ്ഞു രാഹുൽ ഗാന്ധി എന്നുള്ളത് വേറൊരു കാര്യം. അമിത്ഷായും വിട്ടില്ല, അമിത്ഷായും ചാടി എഴുന്നേറ്റു. രാഹുൽ ഗാന്ധി പറഞ്ഞത് ജോ ലോക് ഹിന്ദു കഹത്തെ ഹേ എന്ന് പറഞ്ഞാൽ ആരെയാണോ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് അവർ അക്രമകാരികളാണ്, അവർ അഹിംസാവാദികളല്ല, അവർ ഹിംസാവാദികളാണെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഏതോ ഒരു വേട്ടാവളിയം പഠിപ്പിച്ച് വിട്ടത് നിങ്ങൾ അങ്ങനെ പറയരുത്. അതായത് BJP-ക്കാർ അവർ ഹിന്ദുക്കളുടെ കസ്റ്റോഡിയനാണെന്നല്ലോ അവർ പറയുന്നത്. അപ്പോൾ അവരെയാണ് നമ്മൾ പറയേണ്ടത്. അതായത് BJP RSS ആണ് അക്രമകാരികൾ എന്ന് പറയണം. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് അത് കിട്ടിയില്ല. രാഹുൽ ഗാന്ധിയുടെ പഴയ വിശ്വവിഖ്യാതമായിട്ടുള്ള പല പ്രസ് കോൺഫറൻസുകളും നമുക്കറിയാമല്ലോ. സത്യം പറഞ്ഞാൽ ഇവിടെ VD സതീശനും സുധാകരനും അപ്പുറം ഇപ്പുറം തെറിവിളി നടത്തും പോലെയാണ് യവമാര് കേന്ദ്ര നേതൃത്വം അവിടെ ഇന്ന് തെറിവിളി നടത്തുന്നത്. രാഹുൽ ഗാന്ധി ഓരോ കാര്യങ്ങൾ പറയും. അൺഫോർച്ചുനേറ്റ്ലി ഐ ബിക്കം ദ MP ഓഫ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുമ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് ജയരാജ് രമേശ് ഇങ്ങനെ കിഴുക്ക് കൊടുക്കും, ചന്തിക്ക് കിഴുക്ക് കൊടുത്തിട്ട് അൺഫോർച്ചുനേറ്റ്ലി MP അങ്ങനെ പറയല്ലേ, ട്രോള് വരും എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി വേണ്ടി ഓക്കെ കട്ട് ഇറ്റ്, അടുത്തെടുത്തോളൂ, ഫോർച്ചുനേറ്റ്ലി ഐ ആം ദ MP ഓഫ് ദ പാർലമെന്റ് എന്ന് രാഹുൽ ഗാന്ധി പറയുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായി വരുന്നത് എന്ന് നമുക്കെല്ലാം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിന് വേണ്ട പ്രചാരണം കൊടുക്കാത്തത് കൊണ്ടാണ്. രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അക്രമകാരികളാണ് എന്ന് പറഞ്ഞ ആ വാർത്ത അതിവിദഗ്ധമായിട്ട് മറച്ചു വെച്ച ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ നരേന്ദ്രമോദി മുസ്ലിങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. നരേന്ദ്രമോദി മുസ്ലിങ്ങളെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിനെ കോട്ട് ചെയ്താണ് പറഞ്ഞത്. അതായത് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഹിന്ദുക്കളുടെ താലിമാല അറുത്തു മാറ്റും എന്ന് പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഇവിടെ മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നു മോദി എന്ന് പറഞ്ഞ് പടച്ചു വിട്ടതാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ മാധ്യമധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവരെ മാപ്രകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറഞ്ഞൊരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഹിംസാവാദികളാണ്, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ അഹിംസ പേറുന്ന ആൾക്കാരല്ല, അക്രമകാരികളാണ് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്.
ഉടനെ തന്നെ പ്രതിപക്ഷത്തു നിന്നും വിളി വന്ന് ഭരണപക്ഷത്തു നിന്നും വിളി വന്ന് ഭരണപക്ഷത്തു നിന്ന് ഒരു ആയുധം കിട്ടിയ രീതിയിൽ നരേന്ദ്രമോദി അമിത്ഷായും ചാടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒറ്റ അടി അടിച്ചപ്പോൾ നമ്മളെ രജനീകാന്ത് സ്റ്റൈലിൽ അടിച്ചപ്പോൾ പ്രതിപക്ഷത്ത് നിന്ന് എല്ലാവരും കൂട്ടത്തോടു കൂടി അയ്യോ എന്നുള്ള കൂട്ട നിലവിളിയാണ് വന്നത്. ഇങ്ങനെയല്ലല്ലോ പഠിപ്പിച്ച് വിട്ടത് എന്നുള്ള രീതിയിലാണ് നിലവിളി വന്നത്. രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹിന്ദുക്കൾ ഭയവും വെറുപ്പും ഉണ്ടാക്കുന്ന അക്രമികളാണെന്നാണ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ലോക്സഭയിലെ കന്നി പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ മോശം പെരുമാറ്റവും വാക്കുകളും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ എഴുന്നേറ്റ് നിന്ന് എതിർത്തു. മുഴുവൻ ഹിന്ദു സമൂഹത്തെയും ആക്രമികളെന്ന് വിളിക്കുന്നത് ഗൗരവമായ പ്രശ്നമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അതായത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഹിന്ദുക്കളെല്ലാം ആക്രമണകാരികളാണെന്നാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ നരേന്ദ്രമോദി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു അതെന്തൊരു കഞ്ഞന്തിരിയോടാണ് നീ പറയണത് എന്ന് നരേന്ദ്രമോദി പറഞ്ഞപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അടിച്ചത് 10 വർഷത്തിനിടയ്ക്ക് ഒരാളുടെ പ്രസംഗം പോലും നമ്മുടെ നരേന്ദ്രമോദിക്ക് ഇങ്ങനെ ബ്രേക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. അത്രയ്ക്ക് വാക്ചാതുര്യമായിരുന്നു നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് എന്നുള്ള രീതിയിലാണ്. എൻ്റെ പൊന്നോ കാണ്ടാമൃഗം റൈനോസറസ് അത് തൂങ്ങിച്ചാവും നിങ്ങളുടെയൊക്കെ ഈ തൊലിക്കെട്ടി കണ്ടു കഴിഞ്ഞാൽ. കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ നരേന്ദ്രമോദി ചാടി എഴുന്നേറ്റത്. നരേന്ദ്രമോദിക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കാമായിരുന്നു, എന്നിട്ട് ഈ വേട്ടാവളി എന്തിനോടോ പറഞ്ഞുകൊണ്ട് പോട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു. പക്ഷെ നാളെ റോഡിലിട്ട് എവനെ ആരെങ്കിലും പെരുകി കഴിഞ്ഞാൽ അത് എൻ്റെ തലയിൽ വരുമല്ലോ ഈശ്വര, അല്ലെങ്കിൽ നീയൊക്കെ പറഞ്ഞ് പരത്തുമല്ലോ എന്ന് വിചാരിച്ചായിരിക്കും നരേന്ദ്രമോദി ചാടി എഴുന്നേറ്റ് രാഹുൽ ഗാന്ധിയെ പെട്ടെന്ന് തിരുത്തിയത്, അങ്ങനെ പറയല്ലെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞത് കണ്ടോ, ചരിത്രത്തിൽ ആദ്യമായി ഒരാളുടെ പ്രസംഗം നരേന്ദ്രമോദിക്ക് ഭേദിച്ച് അതിൻ്റെ ഇടയിൽ കയറി സംസാരിക്കേണ്ടി വന്നു. അതാണടാ നമ്മുടെ രാഹുൽ ഗാന്ധി. എനിക്ക് മനസ്സിലാവാത്ത വേറൊരു കാര്യമാണ്, ഈ മണ്ടനൊക്കെ നമ്മുടെ രാജ്യം ഭരിക്കാൻ വന്നു കഴിഞ്ഞാലും ചിന്തിക്കാൻ പോലും വയ്യ. ഇവിടെയുള്ള മണ്ടന്മാർക്ക് പോലും അറിഞ്ഞൂടാ അതിൻ്റെ ഗ്രാവിറ്റി എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയൊക്കെ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ ലോക നേതാക്കളെയൊക്കെ കാണാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, എൻ്റെ പള്ളി ആലോചിക്കാൻ പോലും വയ്യ. എന്ത് തന്നെയായിരുന്നാലും രാഹുൽ ഗാന്ധിയുടെ ഇത്തരത്തിലുള്ള വിദ്വേഷത്തിലെ പരാമർശം വന്നു കഴിഞ്ഞ ശേഷം രാഹുൽ ഗാന്ധി അവിടെ പരമശിവന്റെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് പറയാണ് അഹിംസാ ദേവനാണടാ പരമശിവൻ എന്നും. അപ്പോൾ കോൺഗ്രസ്സുകാർ അത് ഏറ്റുപിടിച്ചു. കേരളത്തിലെ കോൺഗ്രസ്സുകാരും പറയുന്നുണ്ട് പരമശിവന്റെ ആ സൈഡിൽ ഇരിക്കുന്ന തൃശ്ശൂരില്ലേ അതാണ് അഹിംസ, അതുകൊണ്ടാണ് നമ്മൾ അഹിംസ നടപ്പിലാക്കുന്നത് എന്നാണ് കോൺഗ്രസ്സുകാർ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരമശിവൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയറാണ്, അതായത് സംഹാരനാഥനാണ്, സംഹാര താണ്ഡവമാടുന്നതാണ്. അതായത് ബ്രഹ്മാൻ സൃഷ്ടിക്കും, വിഷ്ണു എന്ന് പറഞ്ഞാൽ പരിപാലിക്കും, പരമശിവൻ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കും. ആരെ? ശത്രുക്കളെ നശിപ്പിക്കും. ആ പരമശിവനെ എടുത്തു വെച്ച് പറയുകയാണ് പരമശിവൻ എന്ന് പറഞ്ഞാൽ കണ്ട സാത്വിക ഭാഗത്തിരിക്കുന്ന ശിവനാണ്, ഈ ശിവനാണ് നമ്മുടെയൊക്കെ അത് തന്നെ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ സമയത്തും കോൺഗ്രസ് ഒന്ന് അന്തം വിട്ടിട്ടുണ്ടായിരിക്കും. ഈ ഫോട്ടോയൊക്കെ ഏത് വഴിയുടെ എടുത്തുകൊണ്ട് പറഞ്ഞത് എന്നായിരിക്കും കോൺഗ്രസ്സുകാർ വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് എടുത്ത് പറയേണ്ടത്, ഇതിനെ കോൺഗ്രസ്സുകാർ മൊത്തം ന്യായീകരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കോമൺ സെൻസ് ആണ്. അതായത് ഈ തലപ്പത്ത് ഒരു മണ്ടനാണ് ഇരിക്കുന്നതെങ്കിൽ, അതായത് ഒരു സംഘടനയുടെ തലപ്പത്ത് ഒരു മണ്ടനാണ് ഇരിക്കുന്നതെങ്കിൽ ആ മണ്ടൻ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ താഴെ ഇരിക്കുന്ന വിവരമുള്ള ആൾക്കാർക്ക് ന്യായീകരിക്കേണ്ടി വരും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വരും എന്നുള്ളത് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവായിട്ട് വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് വന്നതിന് ശേഷം രാഹുൽ ഗാന്ധി നടത്തിയ കാര്യങ്ങളെല്ലാം രോമാഞ്ചിഫിക്കേഷൻ എന്നാണ് ഉമ്മാർ പറയുന്നതെങ്കിലും പറ്റ അബദ്ധങ്ങളായിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായിട്ട് വന്ന ശേഷം രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഓഹരി കുംഭകോണം നടക്കുന്നു എന്നാണ്. അയ്യോ, നമ്മുടെ പച്ചാളംവാസി പറയുന്നത് പോലെ എങ്ങനെയാണ് രസം ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം കുരുമുളകും കുറച്ച് കടുക് വിടണം എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് രാഹുൽ ഗാന്ധി ഓഹരി കുംഭകോണം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ ആ ഒരു കോണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, അതായത് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്ന എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ എല്ലാവരും ഓഹരിയിൽ ഗംഭീരമായിട്ട് നിക്ഷേപിച്ചു. പക്ഷേ ജയിച്ചത് ഞങ്ങളല്ലേ, പക്ഷേ തോറ്റെന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴും ജയിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ആരെങ്കിലും ആണോ എന്നാണ് എനിക്ക് അറിയാനുള്ളത്. കാരണം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞപ്പോൾ എക്സിറ്റ് പോളിൽ മൊത്തം അങ്ങനെ വന്നപ്പോൾ കണ്ട ഓഹരി കുതിച്ചു കയറിയതുണ്ട്. പക്ഷേ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായില്ല, അപ്പോൾ ഓഹരി കുത്തനെ താഴുകയും ചെയ്തു. ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതിപ്പോൾ കോൺഗ്രസ് വരുമെന്ന് കണ്ടാലും ഷെയർ മാർക്കറ്റ് അങ്ങനെ തന്നെ കയറും. കാരണം അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ഓഹരികൾ മേടിച്ചു കൂട്ടുക എന്നുള്ളത് ഷെയർ മാർക്കറ്റിൽ സ്വാഭാവികമായിട്ടൊരു പ്രക്രിയയാണ്. ഉണ്ണിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണെന്ന് പല ആൾക്കാരും ഒന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൊടുന്നതും പിടിക്കുന്നതുമായിട്ടുള്ള സകല കാര്യങ്ങളിലും മണ്ടത്തരവും പൊട്ടത്തരവും വർഗീയതയും മാത്രം രാഹുൽ ഗാന്ധി കൈമുതലാക്കിയെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ രാഹുൽ ഗാന്ധിയെ കൈവിടാൻ തയ്യാറല്ല. ഒന്നുമില്ലെങ്കിൽ അവർ പറഞ്ഞ് ഇതുവരെയൊക്കെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് എത്തിച്ചില്ലേ, ഇനിയും അവർ പറയും. പറഞ്ഞ് അവർ രാഹുൽ ഗാന്ധിയെ വലിയൊരു മനുഷ്യനാക്കി മാറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. കാരണം രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പോലും കേരളത്തിലുള്ള മാധ്യമങ്ങൾ വേണ്ട വിധം ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹിന്ദുക്കൾ ആക്രമികളാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് യാതൊരു രീതിയിലും തയ്യാറായിട്ടില്ല. പല കോൺഗ്രസിൻ്റെ നേതാക്കളും ചോദിക്കുന്നത് ഹിന്ദു കസ്റ്റോഡിയൻ, അതായത് ഹിന്ദുക്കളുടെ കസ്റ്റോഡിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങളാണോ, അതായത് BJPയും RSSും ആണോ ഹിന്ദുക്കളുടെ കസ്റ്റോഡിയൻ ആണോ എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും ചോദിക്കുന്നത്.
ഞങ്ങൾ ഹിന്ദുക്കളുടെ കസ്റ്റോഡിയൻ അല്ല, നിങ്ങൾ എടുത്തോ, നമുക്കത് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നാണ് BJP RSS നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പണ്ട് നമ്മുടെ അനുശ്രീയോട്, അതായത് BJP കാരിയാണ് എന്ന് ആരോപിക്കപ്പെടുന്ന ഒരു സിനിമാ നടിയുണ്ടല്ലോ അനുശ്രീ എന്ന് പറയുന്നത്, ആ അനുശ്രീയോട് നികേഷ് കുമാർ ചാനൽ ചർച്ചയിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് അനുശ്രീ ബാലഗോകുലത്തിൻ്റെ ആ രഥഘോഷയാത്രയിൽ ഭാരതാംബയായിട്ട് അണിഞ്ഞൊരുങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഉടനെ നമ്മുടെ നികേഷ് കുമാർ അപ്പുറത്തുനിന്ന് ഒരു കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിക്കും, എന്തുകൊണ്ടാണ് ബാലഗോകുലത്തിൻ്റെ മാത്രം ഭാരതാംബയായിട്ട് ഒരുങ്ങിച്ചമഞ്ഞ് പോകുന്നത് എന്ന് നികേഷ് കുമാർ ചോദിച്ചപ്പോൾ അനുശ്രീ അണ്ണാക്കി അടിച്ചു കൊടുക്കുന്നതിൽ മറുപടി പറഞ്ഞു കൊടുത്തു. അതായത് വേറെ ആരും അങ്ങനത്തെ പരിപാടികൾ വയ്ക്കുന്നില്ലല്ലോ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വയ്ക്കട്ടെ, എങ്കിൽ ഞങ്ങൾ പോവാം എന്നാണ് അനുശ്രീ പറഞ്ഞത്. അതോടുകൂടി നികേഷിൻ്റെ അണ്ടം കീറി എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളെടുത്തോ, ഹിന്ദു കസ്റ്റോഡിയനായിട്ട് നിങ്ങൾ വന്നു, യാതൊരുവിധ പ്രശ്നവുമില്ല, ഇവിടെ ഹിന്ദുക്കളുടെ കസ്റ്റോഡിയൻ ആരുമല്ല. നിങ്ങൾ മുസ്ലിം കസ്റ്റോഡിയനായി മാറുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് രാജ്യത്ത് നരേന്ദ്രമോദി വീണ്ടും വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യമായിട്ടുള്ള ബുദ്ധി പോലും നിങ്ങൾക്കില്ല എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ രാഹുലിൻ്റെ വീരചരിതമെന്ന് മനോരമ വിശേഷിപ്പിക്കുന്ന ആ ചരിതം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ലൂസിഫർ സിനിമയിൽ ടൊവിനോ തോമസിനെ മേക്കപ്പ് ഇടിച്ച് കൊണ്ടു നിർത്തുന്ന ഒരു സീനുണ്ട്. ടൊവിനോ തോമസിനെ നമ്മുടെ ജതിൻ രാംദാസ് മേക്കപ്പ് ഇട്ട് കൊണ്ട് നിർത്തിയിട്ട് ടൊവിനോ ഇങ്ങനെ നിന്ന് വേർക്കുന്ന ഒരു സീനുണ്ട്. അതുപോലെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. BJP കാര് നേരത്തെ പറയുന്നത് പോലെ ഇനിയെങ്കിലും ഒരു കല്യാണമൊക്കെ കഴിച്ച് മാനം മര്യാദയ്ക്ക് കുടുംബമായിട്ട് ജീവിക്കാൻ നോക്കണം, അറിയാത്ത പണിക്ക് പോകരുത്. രാഹുൽ ഗാന്ധി അറിയാത്ത പണിക്ക് ഇറങ്ങി ഇങ്ങനെ പാർലമെന്റിൽ പറഞ്ഞു വെക്കുന്ന മണ്ടത്തരങ്ങൾക്ക് അപ്പുറത്തിരിക്കുന്ന ഭരണപക്ഷ നേതാക്കൾ ചാടി എഴുന്നേറ്റ് മറുപടി പറയേണ്ടത് രാജ്യത്തിന്റെ ഗതികേടാണ്. ഇത്തരത്തിലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് മണ്ടനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ആയിപ്പോയല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പറയുന്ന പല കാര്യങ്ങളും അപ്പപ്പോൾ എഴുന്നേറ്റ് കൃത്യമായിട്ട് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഗതി അധോഗതിയാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കും പോലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ട് മൂട്ടി തീ പിടിച്ചിട്ടല്ല നരേന്ദ്രമോദി ചാടി എഴുന്നേറ്റത്. ഇപ്പൊ ക്ലിയർ ആയല്ലോ. പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.